നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ദൂരദേശത്ത് വസിക്കുന്നവർക്ക് അന്തിമ നിമിഷത്തിൽ അവധി ലഭിക്കുന്നത് വഴി ഓണാഘോഷത്തിനായിട്ട് ചിലർക്ക് മക്കളോടൊപ്പം അതിന് വേണ്ടി എത്തിച്ചേരുവാനോ അതല്ലാത്ത നിലയിൽ വേറെ ചിലർക്ക് ജന്മനാട്ടിൽ എത്തിച്ചേരുവാനോ സാധ്യതയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നത് വഴി അർഹമായിട്ടുള്ള സ്ഥാനക്കയറ്റം ലഭിക്കുവാനും കരാറു ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് കൃത്യമായ രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനും സാധിക്കും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നത് വഴി മിക്ക വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടവരും. വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകിയവർക്ക് ഈ ഒരു മാസത്തിൽ തന്നെ അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനും, അതായത് ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷത്തിൽ പ്രവേശനം ലഭിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുവാനും വിദേശത്തേക്ക് യാത്രയ്ക്കും തയ്യാറാകുവാൻ ഇടയുണ്ട്. അറിവുള്ള വിഷയങ്ങൾ അതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ഒരുപക്ഷെ ആശ്ചര്യം അനുഭവപ്പെടുവാനിടവരും. പുത്രപൗത്രാദി സംരക്ഷണത്താൽ മനസ്സമാധാനത്തിന് യോഗം കാണുന്നുണ്ട്. കുടുംബ ബന്ധത്തിന് പ്രാധാന്യം നൽകുന്ന മക്കളുടെ സാമീപ്യം ആശ്വാസത്തിന് വഴിയൊരുക്കും. സജ്ജന സംസർഗത്താൽ സച്ചിന്തകൾ വർദ്ധിക്കുവാനിടവരും. തീർത്തും അവിചാരിതമായിട്ട് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലയിൽ ഏർപ്പെടുന്നവർക്കും ചെയ്തു വരുന്നവർക്കും കഴിഞ്ഞ 3 മാസമായിട്ട് അനുഭവിച്ചു വരുന്ന വളരെയധികം തടസ്സങ്ങളെ അതിജീവിക്കുന്നതിന് ഭാഗമായിട്ട് ഒരുപക്ഷെ ഇനിയും 1 വർഷത്തേക്ക് ഈ ഒരു നില തുടരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനോ ഈ മേഖല പ്രവൃത്തി പരിചയമുള്ളവരെ ഏൽപ്പിക്കുവാനോ ഉള്ള സാഹചര്യങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് മറ്റു ജോലികൾക്ക് അപേക്ഷിക്കുക, അല്ലെങ്കിൽ സുഹൃത്ത് തുടങ്ങിയുള്ള പ്രസ്ഥാനത്തിന് പങ്കുചേരുക എന്നിവയൊക്കെ മനസ്സിൽ പല വിധത്തിലുള്ള ആശയങ്ങളും ഉണ്ടാകുമെങ്കിൽ പോലും പലതും പ്രാവർത്തികമാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം തേടിക്കൊണ്ടും നിലവിലുള്ള ജോലിയിൽ നിന്നും രാജിവെക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുവാനുള്ള അവസരമുണ്ടാകും. ഒരുപക്ഷെ മാതാപിതാക്കളുടെ ഈശ്വര പ്രാർത്ഥനകളായിരിക്കാം ഇതിന് ഉപോത്ബലകമായി തീരുന്നത്. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളും ഇതിന് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ചിത്രം വര, ശില്പവിദ്യ, കലാകായിക രംഗങ്ങൾ എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് സജീവമായി പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. സുഹൃത്തിന്റെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മത്തിൽ പങ്കുചേരുവാനുള്ള സാധ്യതയുണ്ട്. വിശ്വാസയോഗ്യമല്ലാത്ത സാമ്പത്തികമായുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വിധിയെ കുറ്റം പറയാതെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഹോരാത്രം പ്രവർത്തിക്കാൻ തീരുമാനിക്കുവാനിടവരും. പരിമിതികൾക്കനുസരിച്ച് പണം മുതൽ മുടക്കിയുള്ള കർമ്മമണ്ഡലങ്ങളിൽ അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ട് ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാഹചര്യങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. ജാമ്യം നൽകാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. അനുരഞ്ജന ശ്രമം അന്തിമ നിമിഷത്തിൽ വിജയം കൈവരിക്കുന്നത് വഴി അർഹമായിട്ടുള്ള പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാൻ ഇടവരും. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശ പര്യടനത്തിന് 2-3 വർഷമായിട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് പുറപ്പെടുന്നു. അതൊന്നും സഫലമാവാത്ത ഈ സാഹചര്യത്തിൽ അന്തിമ നിമിഷത്തിൽ ഈ ഒരു മേഖല പ്രാവീണ്യമുള്ളവരുടെ ഒപ്പം പര്യടനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ വിനോദയാത്രയ്ക്ക് വേണ്ടി അതിനുവേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട്. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥ വിശേഷം സംജാതമാകുവാനിടയുണ്ട്.
പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരും. എല്ലാ കാര്യങ്ങളിലും ഉത്സാഹവും ആത്മവിശ്വാസം വർദ്ധിക്കുവാനിട വരുമെങ്കിൽ പോലും പ്രാവർത്തികമായിട്ട് ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. രൂപകൽപ്പന ചെയ്യുന്ന പുതിയ കർമ്മമണ്ഡലങ്ങൾക്ക് സാമ്പത്തികമായുള്ള ശേഷി ഇല്ലാത്തതിനാൽ ഇതിന്റെ ഒരു ടെക്നോളജി അല്ലെങ്കിൽ പ്രവർത്തന ഒരു രീതി മറ്റുള്ളവർക്ക് നൽകുവാനോ വിലയ്ക്ക് കൊടുക്കുവാനോ ഉള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗം കാണുന്നത്. പലപ്പോഴും നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിന്റെ വെളിച്ചത്തിൽ മിക്ക ദിവസങ്ങളിലും കുറച്ച് കൂടുതൽ പ്രയത്നം വേണ്ടി വരുവാനിടയുണ്ട്. കുടുംബാംഗങ്ങളിൽ നിന്നും സ്വല്പം അസ്വാരസ്യങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും ഇങ്ങനെ പ്രവർത്തിച്ചാലേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഹോരാത്രം പ്രവർത്തിക്കാനുള്ള ഒരു സന്നദ്ധത, ഒരു പക്ഷെ പല വിധത്തിലുള്ള നിർദ്ദേശങ്ങളുമായിരിക്കാം. ഇനിയൊരു വർഷം അങ്ങനെ പ്രവർത്തിച്ചാലേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് സ്വയമേവ തയ്യാറാകുവാൻ സാധ്യതയുണ്ട് എന്നുകൂടിയാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഒരു ആഗസ്റ്റ് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ പല വിധത്തിലുള്ള തൊഴിലവസരങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ചില കാര്യങ്ങളിലെല്ലാം തന്നെ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ഒരു വർഷത്തേക്ക് പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള മേഖലയിൽ നിന്ന് പിന്മാറുവാൻ അവസരം വന്നു ചേരും. അതുപോലെ തന്നെയാണ് കരാർ ജോലികളിലാണെങ്കിലും ഒരു പരിധിയിലും അധികം സാമ്പത്തികമായിട്ടുള്ള നേട്ടമില്ലാത്ത കരാർ ജോലിയിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. അവിചാരിതമായിട്ട് ആത്മഹത്യ സുഹൃത്തുക്കളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരമുണ്ടാകും. ഒരുപക്ഷെ ആരാധനാലയത്തിൽ വെച്ചോ വിശേഷ അവസരങ്ങളിൽ വെച്ചോ ആയിരിക്കാം. എന്തായാലും ഈ ഒരു സാഹചര്യങ്ങൾ പ്രവൃത്തി മേഖലകളെ പറ്റിയിട്ട് ആശയവിനിമയം നടത്തുവാനും ചില നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. മോഹന വാഗ്ദാനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. സർവർക്കും സ്വീകാര്യമായുള്ള നിലപാട് സ്വീകരിക്കുന്നത് വഴി പല വിധത്തിലുള്ള എതിർപ്പുകളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. നീതിയുക്തമായിട്ടുള്ള സമീപനം നല്ലതൊക്കെ ആണെങ്കിൽ പോലും പ്രാവർത്തികമായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഏതൊരു കാര്യവും ഗുണകരമായി തീരുകയുള്ളൂ എന്ന ധാരണ പോലും ഉണ്ടായിത്തീരേണ്ടതാണ്. ഓർമ്മശക്തി കുറവുണ്ടോ എന്ന സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ട് സ്വയം നിരീക്ഷിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്യുകയും ഇതിന്റെ വെളിച്ചൽ അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഡോക്ടറെ സഹായത്തോടുകൂടി ഒരുപക്ഷെ നിസ്സാരമായിട്ടുള്ള മരുന്നുകളെ വേണ്ടി വരികയുള്ളൂ. ചില കാര്യങ്ങളെല്ലാം തന്നെ പരിശീലിച്ചുകൊണ്ട് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും മേലധികാരികളുടെ കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട സത്യാവസ്ഥകൾ ബോധിപ്പിക്കുകയും മേലധികാരികളുമായിട്ട് ആശയവിനിമയങ്ങൾ നടത്തി കാര്യങ്ങളെല്ലാം രേഖാപരമായിട്ട് ഉടമസ്ഥരെ ധരിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ സ്ഥാപനത്തിന് വൻ നഷ്ടങ്ങളെ പോലും അതിജീവിക്കാനുള്ള അവസരത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറുവാനുള്ള ആശയം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. സഹോദരങ്ങളുമായിട്ട് സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി ഒരുപക്ഷെ അർഹമായിട്ടുള്ള പൂർവികമായിട്ടുള്ള സ്വത്ത് പ്രതീക്ഷിച്ചതിലുപരി വന്നു ചേരുവാനിടവരും. ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അബദ്ധമായി തീരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇനി ഒരു വർഷത്തേക്ക് ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും 1-2 മണിക്കൂർ വിഹക വീക്ഷണത്തോടുകൂടി തൊഴിലിന്റെ ഒരു വിഭാഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. നിഷ്പ്രയാസം ചെയ്തു തീർക്കേണ്ടതായുള്ള കാര്യങ്ങൾക്ക് സ്വല്പം കൂടുതൽ പ്രയത്നം വേണ്ടി വരുവാനിടയുണ്ട്. ഭക്തി ശ്രദ്ധ പുരസ്സരം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിട വരും. പുത്രപൗത്രാദികളുടെ സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗങ്ങൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ മക്കൾക്കോ പൗത്രന്മാർക്കോ അവധി ലഭിക്കാത്തതിനാൽ വികസിത രാഷ്ട്രത്തിന് താമസിക്കുന്നവർക്ക് ലഭിക്കാത്തതിനാൽ ഓണാഘോഷത്തിനു വേണ്ടിയിട്ട് അവിടേക്ക് പോകുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും
വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേരുവാനും സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന രേഖകൾ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുകയും ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും അതിനോടൊപ്പം തൊഴിൽ മേഖലകളിലും വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. വ്യവഹാര വിജയത്താൽ അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനിടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ദേഹക്ഷീണം അനുഭവപ്പെടുവാനിടയുണ്ട്. എന്നാൽ ഇനി മുതൽ വ്യായാമത്തിന് പ്രാധാന്യം നൽകുക എന്ന സങ്കല്പത്തോടുകൂടി യോഗ പരിശീലനത്തിന് അതിന്റെ കോഴ്സിന് ചേരുവാനുള്ള അവസരം വന്ന് ചേരുവാനിട വരും. സാഹചര്യങ്ങൾക്കനുസരിച്ചും അനുഭവജ്ഞാനത്തിന്റെ വെളിച്ചത്തിലും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാൻ ഇടയുണ്ട്. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുന്നത് വഴി നേർന്നു കിടപ്പുള്ള വഴിപാടുകളെല്ലാം ചെയ്തു തീർക്കുവാൻ അവസരം വന്നു ചേരും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് കഴിഞ്ഞ 3-4 മാസമായിട്ട് വളരെയധികം ചുമതലകൾ വർദ്ധിക്കുകയും ചില ജോലിക്കാരെല്ലാം തന്നെ പിരിഞ്ഞു പോകുന്നതിന്റെ വെളിച്ചത്തിൽ അധ്വാനഭാരമൊക്കെ വർദ്ധിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ജോലി രാജിവെച്ചാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും നിലവിലുള്ള ജോലി രാജിവെച്ചാൽ തത്തുല്യമായിട്ടുള്ള മറ്റൊരു ജോലി ലഭിക്കേണ്ട സാധ്യതകൾ കുറവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. പരീക്ഷ നിരീക്ഷണങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ അമ്മയ്ക്ക് അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് പലർക്കും ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങളോ ഒരുപക്ഷെ അമ്മയെ ആശുപത്രിയിലാക്കിയിട്ട് പരിചരിക്കേണ്ടതായ സാഹചര്യങ്ങളോ വന്നു ചേരുവാനും ഇടയുണ്ട്. ദേവാലയ ദർശനം നടത്തുവാനിട വരുമെങ്കിൽ പോലും അമിത വേഗതയുള്ള വാഹന ഉപയോഗം, അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്ര തീർത്തും ഒഴിവാക്കേണ്ടതുമാണ്. ഇതാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഓഗസ്റ്റ് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ.